പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ താമസിച്ചിരുന്നു. അയാൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല എന്നാണ് നാട്ടുകാരുടെ പക്ഷം. അതുകൊണ്ട് അവരയാളെ ബുദ്ധു എന്ന് വിളിച്ചു. ബുദ്ധുവിന് ഒരു ഭാര്യയുണ്ട്. ഭാര്യയെ സംബന്ധിച്ച് ആൾക്കാർക്കൊക്കെ നല്ല മതിപ്പാണ്. ബുദ്ധിമതിയാണ്, മിടുക്കിയാണ്, സാമർഥ്യക്കാരിയാണ് എന്നൊക്കെ അവരെപ്പറ്റി നാട്ടുകാർ പറയും. ഈ ബുദ്ധു സാധാരണ കൃഷിയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വക സമ്പാദിക്കും. 2-3 മക്കളുണ്ട്. അവരെയെല്ലാം വിവാഹം കഴിച്ചയച്ചു. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസം. അന്നേക്കുള്ള എന്തെങ്കിലുമൊക്കെ അയാൾ അധ്വാനിച്ച് കണ്ടെത്തും. പക്ഷേ ഭാര്യയ്ക്ക് ഇതൊന്നും പോരാ. അവരെപ്പോഴും അയൽപ്പക്കങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അയൽപ്പക്കങ്ങളിലെ ആൾക്കാരൊക്കെ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്, അവർ പുതുതായിട്ട് എന്തൊക്കെ വാങ്ങി, അവരെന്തൊക്കെ ചെയ്തു, ഇതൊക്കെ നോക്കി വെച്ചിട്ട് വൈകിട്ട് ബുദ്ധുവിനോട് വഴക്കുണ്ടാക്കും. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. ഒരിക്കൽ ഈ പാവപ്പെട്ട കർഷകൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരുടെ തൊട്ട അയൽപ്പക്കത്തെ ആൾക്ക് രാജാവ് 2 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിരിക്കുന്നു. വെറുതെ കൊടുത്തതല്ല, കവിത എഴുതിയിട്ടാണ് കൊടുത്തത്. അവരുടെ അയൽപ്പക്കക്കാരൻ നല്ലൊരു കവിത എഴുതി രാജസഭയിൽ കൊണ്ടുപോയി കേൾപ്പിക്കുകയും രാജാവ് സമ്മാനമായിട്ട് അയാൾക്ക് 2 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാർക്കിടയിലൊക്കെ ഇപ്പോൾ ഈ അയൽപ്പക്കക്കാരനെ പറ്റിയാണ് സംസാരം. എല്ലാവരും അയാളെ ആദരിക്കുന്നു, അയാളെ കാണാൻ വരുന്നു, അയാളെ പരിചയപ്പെടുന്നു. ബുദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഒട്ടും സഹിക്കുന്നില്ല. അവർ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ വെറുതെ ഈ തൂമ്പ അരിവാളും ഒക്കെ കൊണ്ട് നടക്കാതെ 2 കവിത എഴുതിക്കൂടെ? പാവം ബുദ്ധു, അയാൾക്ക് അക്ഷരം പോലും അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെ കവിത എഴുതും? അയാൾ പറഞ്ഞു, എടി എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ. കുട്ടിക്കാലം മുതൽ പണി തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എനിക്ക് കവിത ഒന്നും എഴുതാൻ വയ്യ. ഭാര്യയുണ്ടോ? സമ്മതിക്കുന്നു. ഭാര്യ പറഞ്ഞു, എനിക്ക് അക്ഷരമൊക്കെ അറിയാം, ഞാൻ പണ്ട് പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അക്ഷരം പഠിപ്പിക്കാം. അങ്ങനെ ഭാര്യ ബുദ്ധുവിനെ അക്ഷരം പഠിപ്പിച്ചു തുടങ്ങി. ആ ദിവസം ആ എന്നെഴുതാനാണ് പഠിപ്പിച്ചത്. മുറ്റത്തെ മണലിൽ ബുദ്ധുവിൻ്റെ കൈ പിടിച്ച് അവർ ആ എന്ന് പലവട്ടം എഴുതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ എഴുതുന്ന കണ്ടാൽ നാട്ടുകാരൊക്കെ കാണും, എല്ലാവരും കളിയാക്കും, അതുകൊണ്ട് നിങ്ങൾ പുഴക്കരയിൽ പോയിരുന്ന് അവിടുത്തെ മണലിൽ എഴുതി പഠിക്കണം. അങ്ങനെ ഈ ഭാര്യ ഭർത്താവിനെ നദിക്കരയിലേക്ക് പറഞ്ഞു വിട്ടു. പാവം അവിടെ ചെന്നപ്പോഴേക്കും ആ എന്ന് കൃത്യമായിട്ട് എഴുതാൻ മറന്നുപോയി. എത്രയൊക്കെ വരച്ചിട്ടും ഭാര്യ എഴുതി കാണിച്ചതുപോലെ വളഞ്ഞു പൊളിഞ്ഞൊന്നും കൈകൾ പോകുന്നില്ല. പക്ഷേ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവിട്ടിട്ട് അയാൾ ഭാര്യയോട് തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ ആ എഴുതി പഠിച്ചു, നീ നാളെ എന്നെ അടുത്ത അക്ഷരം പഠിപ്പിച്ചാൽ മതി. അടുത്ത ദിവസം ഭാര്യ ബുദ്ധുവിനെ ആ എന്ന് എഴുതാൻ പഠിപ്പിച്ചു. കുറച്ച് നേരം മുറ്റത്തെ മണലിൽ എഴുതിപ്പിച്ചിട്ട് നദീതീരത്ത് പോയി എഴുതാൻ പറഞ്ഞു. ബുദ്ധു നദീതീരത്ത് പോയി കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഇത് പതിവായി. ഭാര്യ ഓരോ ദിവസവും ബുദ്ധുവിനെ ഓരോ അക്ഷരം പഠിപ്പിക്കും. അയാൾ അതും കൊണ്ട് നദീതീരത്ത് പോവും, അവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് തിരിച്ചു വരും, പഠിച്ചു എന്ന് പറയും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആ ഈ മുഴുവൻ കഴിഞ്ഞു, സ്വരാക്ഷരങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഇന്ന് നദീതീരത്ത് പോയി ആ മുതൽ വരെ മുഴുവൻ എഴുതി പഠിച്ചിട്ട് തിരിച്ച് വന്നാൽ മതി. എന്നാലും നിങ്ങൾക്ക് ഇനി ഞാൻ ഭക്ഷണം തരൂ. അത്താഴം കഴിക്കണമെങ്കിൽ ഈ പഠിക്കണം. പാവം ബുദ്ധു, അയാൾ പഠിച്ചതൊക്കെ മറന്നുപോയി. അന്നന്ന് തന്നെ അക്ഷരങ്ങൾ മറക്കും. ഭാര്യ പഠിപ്പിക്കുന്നത് അന്നേരത്തെ പേടി കൊണ്ടങ്ങ് ചെയ്തു പോകുന്നതാണ്. അയാൾ നദീതീരത്ത് പോയി അവിടെ തന്നെ ഇരുന്നു. വീട്ടിൽ പോകാൻ പേടിയായി. അപ്പോൾ അതുവഴി ഒരാൾ വന്നു, കുറച്ച് പ്രായം ചെന്ന ഒരാൾ. അയാൾ ഒരു പാഠശാലയിൽ പഠിപ്പിക്കുന്ന ഒരു ഗുരുവാണ്. ഈ ഗുരു ബുദ്ധുവിനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ നദീതീരത്ത് കുത്തിയിരിക്കുന്നത്? ബുദ്ധു പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയായിട്ട് കുത്തിയിരിക്കുക, വീട്ടിൽ ചെന്നാൽ എൻ്റെ ഭാര്യ എനിക്ക് അത്താഴം ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഗുരു ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് അത്താഴം തരാത്തത്? ബുദ്ധു പറഞ്ഞു, അവൾ പറയുന്നത് ഞാൻ അക്ഷരം പഠിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ മതി എന്നാണ്. ഞാൻ പക്ഷേ അക്ഷരമൊന്നും പഠിച്ച് കഴിഞ്ഞില്ല. കുറേ ദിവസങ്ങളായിട്ട് അവൾ എന്നെ ഓരോ ദിവസവും ഓരോ അക്ഷരം വെച്ച് പഠിപ്പിക്കുന്നു. ഞാനെല്ലാം മറന്നുപോയി, പ്രായമായില്ലേ, ഓർക്കാനുള്ള ശക്തിയൊക്കെ പോയി. അപ്പോൾ ഗുരു ചോദിച്ചു, ഇത്ര പ്രായമായ നിങ്ങളെ ഇപ്പോൾ എന്തിനാ ഭാര്യ അക്ഷരം പഠിപ്പിക്കുന്നത്? അപ്പോൾ ബുദ്ധു പറഞ്ഞു, വെറുതെ അല്ല, അവൾക്ക് ഞാനൊരു കവിത എഴുതണമെന്നാണ് ആഗ്രഹം. ആ കവിത കൊണ്ടുപോയി രാജാവിനെ കാണിക്കണം, അവിടുന്ന് സമ്മാനം വാങ്ങണം. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, വെറുതെ അങ്ങ് ചെന്നാൽ രാജാവ് സമ്മാനമൊന്നും തരില്ല. നിങ്ങൾക്ക് വെറുതെ അങ്ങനെ കവിത എഴുതാനും പറ്റില്ല. കവിത എഴുതണമെങ്കിൽ ഭാവന വേണം. ഭാവന മനസ്സിൽ നിന്നുണ്ടാവേണ്ട ഒന്നാണ്. അത് വെറുതെ അക്ഷരം പഠിച്ചതുകൊണ്ട് വരില്ല. അപ്പോൾ ബുദ്ധു ചോദിച്ചു, ഈ ഭാവന കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഗുരു പറഞ്ഞു, ഭാവനയെ കാണാൻ പറ്റില്ല, ഭാവനയെ അറിയാനേ പറ്റൂ. അതുമാത്രമല്ല, കവിത എഴുതാൻ ഭാവന മാത്രം പോരാ, അതിന് പ്രചോദനവും കൂടി വേണം. ഈ ഭാവനയും പ്രചോദനവും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് കവിത ഉണ്ടാകുക. ബുദ്ധുവിനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. ഗുരു ഇതും പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ബുദ്ധു നേരെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എടി, അക്ഷരം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, കവിത എഴുതാൻ പറ്റില്ല. കവിത എഴുതണമെങ്കിൽ ഭാവനയും പ്രചോദനവും വേണം.
എന്ന് എന്നോടൊരു ഗുരു പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത്താഴം വേണമെങ്കിൽ നിങ്ങൾ പോയി ഭാവനയും പ്രചോദനവും കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ബുദ്ധു ഭാവനയും പ്രചോദനവും കണ്ടുപിടിക്കാൻ വീണ്ടും നദിക്കരയിലേക്ക് പോയി. അന്നത്തെ ദിവസം മുഴുവൻ അയാൾ നദിക്കരയിലിരുന്നു. അയാൾക്ക് ഭാവനയും പ്രചോദനവും കിട്ടിയില്ല. അയാൾക്ക് വീട്ടിൽ പോകാനും പറ്റിയില്ല, ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല. പിറ്റേന്ന് രാവിലെയായി. അയാൾ നദിക്കര തന്നെ കുത്തിയിരിക്കുകയാണ്. എവിടുന്ന് കിട്ടും ഭാവനയും പ്രചോദനവും? അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. നല്ല വിശപ്പും ദാഹവുമുണ്ട്. ഭാര്യയോട് ചെന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഭക്ഷണം കഴിക്കുക, അതിന് മുമ്പ് ഒന്ന് കുളിച്ചേക്കാം എന്ന് കരുതി ഇയാൾ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, മഞ്ഞ് കാലമായിരുന്നു. തണുപ്പത്ത് മുങ്ങി നിവർന്ന ദേഹമൊക്കെ ആകെ പടയൊന്ന് വിറച്ചു. മുകളിലേക്ക് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. സൂര്യൻ്റെ പ്രകാശവും നല്ല തണുപ്പും ഒക്കെ അനുഭവിച്ചപ്പോൾ അയാൾക്ക് തോന്നി, ഇതാണോ ഭാവനയും പ്രചോദനവും? നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇതിനായിരിക്കും ഭാവനയും പ്രചോദനവും വരിക എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഉടനെ കവിതയും വരണ്ടാണല്ലോ, എന്താ കവിത വരാത്തത്? അയാൾ ചുറ്റുപാടും നോക്കി. അപ്പോൾ ഒരു കാക്ക, ഈ കാക്ക എന്തോ കൊത്തി തിന്നപ്പോൾ അതിന് ചുണ്ടിലൊക്കെ പറ്റി. അപ്പോൾ ചുണ്ടിൽ പറ്റിയതെന്തോ അത് കളയാൻ വേണ്ടിയിട്ട് കാക്ക അവിടെ വന്നൊരു കല്ലിൽ തൻ്റെ കൊക്കുരച്ചു. എന്നിട്ട് വെള്ളത്തിൽ മുക്കി തലയൊന്ന് കുടഞ്ഞു. എന്നിട്ട് വീണ്ടും കല്ലിൽ കൊക്കുരച്ചു, വെള്ളത്തിൽ മുക്കിയൊന്ന് കഴുകി. അപ്പോൾ കാക്കയെ നോക്കിക്കൊണ്ട് ബുദ്ധു പാടി, നീ ഇത് വീണ്ടും വീണ്ടും കല്ലിൽ വെച്ച് മൂർച്ച കൂട്ടി വെള്ളത്തിലിട്ട് നനച്ചെടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സ്. കൊള്ളാമല്ലോ, ഈണമുണ്ടല്ലോ എന്ന് തോന്നി ബുദ്ധുവിന്. അയാൾ വീണ്ടും പറഞ്ഞു, നീ അത് വീണ്ടും വീണ്ടും കല്ലിൽ വെച്ച് മൂർച്ച കൂട്ടി വെള്ളത്തിലിട്ട് നനച്ചെടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം നിൻ്റെ മനസ്സ്. കൊള്ളാം, കവിതയായി. ബുദ്ധു നേരെ വീട്ടിലേക്ക് ഓടി. ചെന്ന പാടെ ഭാര്യയോട് പറഞ്ഞു, എടി എനിക്ക് കവിത കിട്ടി. ഭാര്യ ചോദിച്ചു, എന്ത് കവിത? അയാൾ പറഞ്ഞു, ദാ ഞാൻ പാടി കേൾപ്പിക്കാം. നീ അത് വീണ്ടും വീണ്ടും കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടി വെള്ളത്തിലിട്ട് നനച്ചെടുത്തു. എനിക്കറിയാം നിൻ്റെ മനസ്സ്. ഭാര്യ ചോദിച്ചു, ഇതെന്ത് കവിത? ഇതിനെന്ത് അർത്ഥമാവുള്ളത്? ബുദ്ധു ചോദിച്ചു, അതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഒരു കാക്കയെ പറ്റിയാണ് പറയുന്നത്. കാക്ക അതിൻ്റെ കൊക്കിൽ നിന്ന് അഴുക്ക് കളയാൻ വേണ്ടി അതിൻ്റെ കൊക്ക് കല്ലിലൊരച്ച് മൂർച്ച കൂട്ടി, എന്നിട്ട് വെള്ളത്തിലിട്ട് കഴുകി. അപ്പോൾ അതിൻ്റെ കൊക്ക് വൃത്തിയായി, അതിന് നല്ല മൂർച്ചയും കിട്ടി. അതാണ് കവിതയുടെ അർത്ഥം. അപ്പോൾ ഭാര്യ പറഞ്ഞത് വലിയ കവിതയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പിന്നെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ, ചിലപ്പോൾ ഇതായിരിക്കും കവിത. നിങ്ങളെന്തായാലും രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഇതൊന്ന് ചൊല്ലി കേൾപ്പിക്കുക. അങ്ങനെ ഭാര്യ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ബുദ്ധു രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജകൊട്ടാരത്തിൽ ചെന്നു. കാവൽക്കാരോട് പറഞ്ഞു, ഞാനൊരു കവിയാണ്, ഞാൻ രാജാവിൻ്റെ മുന്നിലൊരു കവിത അവതരിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കാവൽക്കാർ പറഞ്ഞു, എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാട് കവികൾ വരുന്നുണ്ട്, അപ്പോൾ ഇന്ന് കവികളുടെ സഭ കൂടുന്ന ദിവസമാണ്, നിങ്ങൾ ചെന്നാൽ ഉടനെ അവിടെ അവസരം കിട്ടും. അങ്ങനെ ബുദ്ധു രാജസഭയിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരുപാട് കവികളുണ്ട്. അവരെല്ലാവരും പല പല കവിതകൾ രാജാവിനെ ചൊല്ലി കേൾപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടതിനൊക്കെ രാജാവ് സമ്മാനവും കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി കുറേ ആൾക്കാരുമുണ്ട്. കുറേ പേര് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ രാജാവ് വിളിച്ച് ചോദിച്ചു, ഇനി ആരെങ്കിലും കവിത ചൊല്ലാനുണ്ടോ? എല്ലാവരും കവിത ചൊല്ലി തീർന്നോ? അപ്പോൾ നമ്മളുടെ ബുദ്ധു പറഞ്ഞു, ഇല്ല അങ്കുന്നേ, ഞാൻ ചൊല്ലിയിട്ടില്ല, എൻ്റെ കവിത ചൊല്ലാൻ ബാക്കിയുണ്ട്. രാജാവ് പറഞ്ഞു, ശരി, എന്നാൽ മുന്നോട്ട് വന്ന് ചൊല്ലൂ. ബുദ്ധു നേരെ മുന്നോട്ട് ചെന്നു. നീ അത് വീണ്ടും വീണ്ടും കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടി വെള്ളത്തിലിട്ട് നനച്ചെടുത്തു. എനിക്കറിയാം നിൻ്റെ മനസ്സ്. അവിടെ ചുറ്റും നിന്ന ആൾക്കാരെല്ലാം ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതെന്ത് കവിത? പക്ഷെ രാജാവ് വിചാരിച്ചു, ഒരു രാജാവിൻ്റെ മുന്നിൽ ഇത്ര ധൈര്യത്തോടെ വന്ന് ഇങ്ങനെ ഒരു കവിത പാടണമെങ്കിൽ ഇതിലെന്തോ അർത്ഥമുണ്ട്, അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ധൈര്യപ്പെടുമോ? ഇയാൾ മറ്റെന്തോ ഉദ്ദേശിച്ചാണ് ഈ കവിത ചൊല്ലുന്നത്. രാജാവ് മന്ത്രിയെ നോക്കി. മന്ത്രിക്ക് ഈ കവിത ഇഷ്ടപ്പെട്ടോ? ചിരിക്കുകയായിരുന്നു. മന്ത്രി നോക്കുമ്പോൾ രാജാവ് ചിരിക്കുന്നില്ല. അപ്പം മന്ത്രി വിചാരിച്ച് ഇതിലെന്തോ കാര്യമുണ്ട്. രാജാവ് ചിരിച്ചില്ല എങ്കിൽ രാജാവിന് ഈ കവിത ഇഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹം ഇവനെ കളിയാക്കി ചിരിക്കുമായിരുന്നു. ഇപ്പം ചിരിക്കുന്നില്ല. അതുകൊണ്ട് മന്ത്രി പെട്ടെന്ന് ചിരി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ടു അങ്ങുന്നേ, അതല്ല ഞാൻ ചിരിച്ചത്. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞത് എന്താ കവിതയുടെ അർത്ഥം? അപ്പോൾ മന്ത്രി പറഞ്ഞു, അത് വലിയ വലിയ അർത്ഥതലങ്ങളുള്ളൊരു കവിതയല്ലേ അങ്ങുന്നേ, അതെല്ലാം വിശദീകരിച്ച് തരാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ രാജാവ് ആ സഭയിലുള്ള മറ്റുള്ളവരോട് എല്ലാവരോടും ചോദിച്ചു, ഈ കവിതയുടെ മുഴുവനായ അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ? അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന്. രാജാവ് ഉടൻ തന്നെ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. ഈ കവിതയുടെ ശരിയായ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നവർക്ക് 10 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഇതും കേട്ടോണ്ട് ബുദ്ധു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബുദ്ധു വിചാരിച്ച് 10 സ്വർണ്ണ നാണയങ്ങൾ ഈ അർത്ഥത്തിനോ?
ആരെങ്കിലും എന്നോട് ചോദിച്ചു ഞാനിത് പറഞ്ഞു കൊടുക്കാൻ പോകുന്നില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ആരും പറഞ്ഞു കൊടുക്കാത്തപ്പോൾ ഞാൻ വന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ വാങ്ങുമോ 10 സ്വർണ്ണ നാണയം. അയൽക്കാരന് 2 സ്വർണ്ണ നാണയമല്ലേ കിട്ടിയുള്ളൂ, എനിക്ക് 10 കിട്ടും. എന്തായാലും ഈ കാര്യം പോയി ഭാര്യയോട് പറയാം. അയാൾ രാജാവിനോട് യാത്ര ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാമെന്നേ. അപ്പോൾ ആരെങ്കിലും കവിതയുടെ അർത്ഥം കണ്ടുപിടിച്ചാലോ, ഇല്ലെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ വീട്ടിലേക്ക് പോയി. രാജസഭയിൽ എല്ലാവർക്കും വലിയ നാണക്കേട് തോന്നി. ഈ കവിതയുടെ അർത്ഥം ഇതുവരെ കിട്ടിയില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അന്ന് രാജാവിൻ്റെ മുടി വെട്ടാൻ മുടിവെട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. മുടിവെട്ടുകാരൻ രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവാണെങ്കിൽ ഒരു കസേരയിൽ ചെന്നിരുന്ന് തൻ്റെ കിരീടമൊക്കെ മാറ്റിവെച്ച് മുടിയും താടിയും വെട്ടാൻ തയ്യാറായിട്ടിരുന്നു. അപ്പോൾ ഈ ക്ഷുരകൻ മുടിവെട്ടുകാരൻ തൻ്റെ കത്തിയെടുത്ത് മൂർച്ച കൂട്ടി. അപ്പോൾ ഈ മൂർച്ച കൂട്ടുന്ന കണ്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് ആ കവിത ഓർമ്മ വന്നു. എല്ലാവരും കുറേ ദിവസമായിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കവിത. രാജാവ് അവിടെ നിന്നുകൊണ്ട് ചൊല്ലി, വീണ്ടും വീണ്ടും നീ അത് കല്ലിലുരച്ച് മൂർച്ച കൂട്ടി വെള്ളത്തിലിട്ട് നനച്ചെടുത്തു. എനിക്കറിയാം നിൻ്റെ മനസ്സ്. ക്ഷുരകനാണെങ്കിൽ ഈ കത്തി മൂർച്ച കൂട്ടിയിട്ട് അത് വെള്ളത്തിൽ കഴുകിയെടുത്ത് രാജാവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് ഈ കവിത ചൊല്ലിയത്. അയാൾ പെട്ടെന്ന് കത്തി താഴെയിട്ട് രാജാവിൻ്റെ കാൽക്കൽ വീണു. അയ്യോ അങ്ങുന്നേ, എന്നോട് ക്ഷമിക്കണേ, ഞാൻ അവർ പറഞ്ഞതുകൊണ്ട് സമ്മതിച്ചു എന്നേ ഉള്ളൂ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതല്ല. രാജാവ് ചോദിച്ചു, നീ എന്താ പറയുന്നത്? അപ്പോൾ ഈ ക്ഷുരകൻ പറഞ്ഞു, അങ്ങയുടെ സഹോദരനുണ്ടല്ലോ, അങ്ങയുടെ അനുജൻ, അദ്ദേഹം അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഞാൻ അങ്ങയുടെ കഴുത്ത് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്തി മൂർച്ച കൂട്ടിയത്. അപ്പോൾ തന്നെ അങ്ങ് അത് കണ്ടുപിടിച്ചല്ലോ, അങ്ങ് മഹാനാണ്. രാജാവ് ഉടൻ തന്നെ തൻ്റെ സഭയിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, കവിതയുടെ അർത്ഥം ഞാൻ കണ്ടുപിടിച്ചു. അയാൾ വലിയൊരു പ്രവചനമാണ് നടത്തിയത്. ക്ഷുരകൻ എൻ്റെ കഴുത്ത് മുറിച്ച് എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നായിരുന്നു ആ പ്രവചനത്തിൻ്റെ അർത്ഥം. നമ്മൾ അത് മനസ്സിലാക്കാതെ പോയി, അയാളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കാതെ പോയി. ഉടൻ തന്നെ അയാളെ വിളിക്കുക. അയാളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. അങ്ങനെ ബുദ്ധുവിനെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് അയാൾക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തു. ഒരുപാട് പണവും ഒരുപാട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്ത് പല്ലക്കിലേറ്റിയാണ് അയാളെ രാജാവ് വീട്ടിലേക്ക് തിരിച്ചയച്ചത്. ബുദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. അക്ഷരം പഠിച്ചില്ലെങ്കിൽ എന്താ, അയാൾ നല്ലൊരു കവിയായി തീർന്നില്ലേ, ഇനി അയാളെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും. അങ്ങനെ അവർ വലിയ പണക്കാരായി തീർന്നു. അവർ വളരെ സന്തോഷമായിട്ട് പിന്നീടുള്ള കാലം ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.